കൂടിയൊരു സ്ഥലത്ത് നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് ഫുഡ് എക്സ്ട്രാ ഉണ്ട്. അപ്പം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നീ കഴിക്കണ പോലെ നിൻ്റെ മക്കൾ കഴിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ ഇത്രയും ഫുഡ് ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഒരുപാട് പേര് ഇന്ന് ഭക്ഷണം കഴിക്കുന്നു, അതിൽ ആ ഫുഡ് എല്ലാവരും ഒരുമിച്ച് എടുത്തതാണ്. അതിൽ എന്നോട് മാത്രം ആ ഒരു ചോദ്യം, അതെനിക്ക് ഭയങ്കര വേദന തന്നിരുന്ന ഒരു ചോദ്യമായിരുന്നു. അത് ചോദിച്ച സമയത്ത് എനിക്ക് ആ ഭക്ഷണം കഴിക്കാനും കഴിയാണ്ട് അത് ഇറക്കി വിടാൻ വളരെ ബുദ്ധിമുട്ടി. അന്ന് ഞാൻ ആ സിറ്റുവേഷൻ എങ്ങനെയൊക്കെയോ ആണ് ഹാൻഡിൽ ചെയ്തത്. ഇങ്ങനെ ഉണ്ടാവുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ഇല്ലാതാവുന്നത് നമ്മുടെ എത്രയോ സന്തോഷങ്ങളായി, അതായത് നമ്മുടെ എത്രയോ സന്തോഷമായിട്ട് പോകേണ്ട ഒരുപാട് ദിവസങ്ങൾ നമ്മൾ മെൻ്റലി ഡൗൺ ആക്കിയിട്ട് ഇവർക്ക് എന്താ കിട്ടണേന്ന് എനിക്കറിയില്ല. ഇതൊരു നിരന്തരമായി നമ്മളെ പിന്തുടർന്ന് ആക്രമിക്കാനുള്ള ഒരു ശേഷി, അത് ഭയങ്കര കേട്ടോ. ഇതൊരു കലാരൂപമായിട്ടാണോ ഇനി അവർ കൊണ്ടു നടക്കണേന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഇത്തരത്തിൽ ഒരു നോ പറയാൻ കഴിയാതെ ഇരിക്കുന്നതാണ് ഏറ്റവും നമ്മുടെ കുറവെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എപ്പോഴെങ്കിലും ഒരു തവണ ഞാനത് ഇങ്ങനെ പറയുന്നത് എനിക്കിഷ്ടമല്ല, ഇങ്ങനെ പറയരുത്, ഇതെൻ്റെ ഒരു ഏറ്റവും എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു ബൗണ്ടറീൻ്റെ ഉള്ളിൽ കടന്നിട്ട് എനിക്കെതിരെ ഒരു കമൻറ്റ് പറയാൻ എന്തിനാ നമ്മൾ ഒരാളെ അലോ ചെയ്യിക്കണേ? അപ്പം എപ്പോഴും നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആവണമെങ്കിൽ ഇതിനെതിരെ നമ്മൾ എപ്പോഴെങ്കിലും റിയാക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഇത് പറയാൻ കാരണം ഞാനത് ചെയ്തതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ പറയാനൊരു ധൈര്യം കിട്ടിയത്. നമ്മളെപ്പോഴും വിചാരിക്കും സന്തോഷം കിട്ടണമെങ്കിൽ വേറെ പല പല കാര്യങ്ങളാണ്. അതൊന്നുമല്ല, നമുക്ക് സന്തോഷം കിട്ടണമെങ്കിൽ ശരിക്കും വേണ്ടത് ഒന്ന് സെൽഫ് ലവ് ആണ്. എന്ന് നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നണോ ആ പോയിന്റ് തൊട്ട് നമ്മൾ ഹാപ്പി ആയിരിക്കും. പിന്നെ സെൽഫ് റെസ്പെക്റ്റ് വിട്ടിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കരുത്.